ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിഷ്ണു ബൈറ്റ്സിന്റെ പുതിയ ചാനലിലേക്ക്. നമ്മളുടെ ഈ ഒരു ചാനൽ ഇത് നിന്റെ ചാനലാ, ഇങ്ങ് തന്നെ. സോറി. നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുതായിട്ട് ചാനലൊന്ന് മിക്സായി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് വിഷ്ണു ബൈറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു 2024 നമ്മൾ ഒരുപാട് പുതിയ എക്സ്പെരിമെൻറ്റ്സ് ട്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫുഡി ബ്രദേഴ്സ് എന്നാണ് അതിൻ്റെ നെയിം വന്നിരിക്കുന്നത്. ഞാനും വിഷ്ണുവും തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷം വിഷ്ണു പാലക്കാട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്ര കാലം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ വീഡിയോസ് നമ്മൾ 4 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ലുലു മാൾ എപ്പിസോഡ് 5 ഫുഡ് ബ്രദേഴ്സ് സീരീസ് എപ്പിസോഡ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലുലു മാളിനകത്തേക്ക് കയറാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ ചെറുതായിട്ടൊരു ലൈക്കും കൊടുത്തേക്കുക. നമുക്ക് എന്തായാലും ലുലു മാളിനകത്തേക്ക് പോവാം. അപ്പോൾ വിഷ്ണു ഇതുവരെ ഈ ലുലു കണ്ടിട്ടില്ല. എൻ്റെ വീഡിയോസിൽ കൂടെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അവൻ എന്തായാലും ബാക്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. നമ്മൾ ലുലു ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനലിൽ തന്നെ ഏറ്റവും വലിയൊരു വീഡിയോ ആണ് ലുലു എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ലുലു മാളിൽ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ലുലുവിൻ്റെ എഡ്ജ് ടു എഡ്ജ് നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വിഷ്ണുവിന് ശരിക്കും പറഞ്ഞൊരു സൈറ്റ് സീയിങ് പോലെയാണ്. അപ്പോൾ വിഷ്ണുവിനെ മാളെല്ലാം കാണിച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഫുഡ് റിവ്യൂ വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് പറഞ്ഞാണ്, പക്ഷേ വിഷ്ണു ആദ്യം പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടും ഫണ്ടൂരും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും അവിടേക്ക് പോവുകയാണ്. ചെമ്മിൻകാട്ടിൽ ആന കയറിയതുപോലെയാണ് വിഷ്ണു ബൈറ്റ്സിൻ്റെ മോഹം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എവിടെയൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പാലക്കാട് ലുലു മാൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് പുള്ളിയുടെ മുഖത്ത്. ഓഫേഴ്സിൽ ഗാലക്സിയുടെ പഴയ 75 റുപ്പീസിൻ്റെ ഓഫറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അപ് ടു 50% ഓഫെന്ന് അവർ കൊടുത്തിട്ടുണ്ട് ലുലു സെയിലിന്. അതിന് എന്തൊക്കെയാണ് ഓഫറുള്ളതെന്ന് അറിയത്തില്ല. ഇന്ന് തിരക്കില്ല. എഗൈൻ ഫ്രൈഡേ ആണ്, ഒരു 5 മണി ആയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ തിരക്കില്ല. മേ ബി ഞങ്ങൾ ഇവിടുന്ന് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തിരക്ക് കൂടാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ നടന്ന് ഹൈപ്പർ മാർക്കറ്റിലെ ദ കിച്ചൺ ഏരിയയിലേക്ക് വന്നു. ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വലുതായിട്ട് ഇവിടുത്തെ ഫുഡ് നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഫുഡ് പാലക്കാട് ലുലുവിലെ കിച്ചണിൽ നിന്ന് വന്ന് ഫുഡ് ഏതെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് വേറെയുള്ള വ്യൂവേഴ്സിനും കൂടി ഹെൽപ്ഫുൾ ആവും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ. ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ വ്യത്യസ്തമായ ടേസ്റ്റുകളാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം ഞാൻ വിഷ്ണുവിനെ തപ്പി നടക്കായിരുന്നു. ഇപ്പോഴാണ് അവിടെ കണ്ടിട്ടത്. അവിടെ ഉണ്ടായിരുന്നു ആൾ. അവിടെ കുറച്ച് നേരം നോക്കിയപ്പോൾ ഫുഡിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് ആക്ച്വലി നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇത് സ്റ്റേഷനറി, പിന്നെ വെസൽസ്, പിന്നെ ഇതാ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിവിടെ ഫിഷ് സെക്ഷനാണ്. അവിടെ മീൻ മരിച്ചു കിടക്കുന്നു, ഇവിടെ മീൻ ജീവനോടെ ഇരിക്കുന്നു. പിന്നെ അപ്പുറത്ത് മീറ്റ്, ചിക്കൻ, ബീഫ് ആ ഏരിയ ആണത്. ഇവിടെ ലാംബ്, മീറ്റ് ആൻഡ് ചിക്കൻ 3 സെക്ഷൻ. പിന്നെ ഇവിടെ ഫിഷ്. ഇത് 175 ആണ്. ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഗ്ലാസ് അല്ല. ഞാൻ ആക്ച്വലി പണ്ട് ഫൈറ്റർ ഫിഷിനെ അത്യാവശ്യമൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിന് ഒരു വേണ്ട എന്നുള്ള വെച്ച് ഇരുന്നതാണ്. ഒരുപാട് വീഡിയോസൊക്കെ അതിനെക്കുറിച്ച് കണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനറി സെക്ഷനാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ സൈഡിലേക്ക് വന്നില്ലായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ആ കുറവ് ഞാൻ പരിഹരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ഏകദേശം ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും ഇപ്പോൾ എടുത്തില്ല. കാരണം കുറച്ചൊരു ചെറിയ പർച്ചേസ് ഉണ്ട്. അത് മേലെ ഫുഡ് റിവ്യൂ ഒരു 2-3 വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം താഴെ വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു, എങ്ങനെയുണ്ട് പാലക്കാട് ലുലു? ഗുഡ്. ഫസ്റ്റ് ടൈം ഞാൻ വരുന്നതുകൊണ്ട് എനിക്ക് അത്രയൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഇറ്റ്സ് ഗുഡ്. ലൈക്ക് പാലക്കാടിൽ ഏറ്റവും വേറെ ഒന്നും ഐറ്റംസ് നമുക്ക് പുറത്ത് ഐറ്റംസ് കിട്ടി നമുക്ക് നേരെ ലുലുവിലേക്ക് വരാം. ലുലുവിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. വെരി ഗുഡ്. ഫസ്റ്റ് ടൈം പാലക്കാട്ടിൽ ലുലു വരുമ്പോൾ ഒരു അഭിമാനമാണ് നമുക്ക് പറയാൻ പറ്റുക. കുറേ ഐറ്റംസ് നമുക്ക് പാലക്കാട്ടിൽ കിട്ടാത്ത കുറേ ഐറ്റംസൊക്കെ ഇവിടെ ലുലുണ്ട്. ഇൻസ്റ്റൻറ്റ് പർച്ചേസ്, വേഗം വരാൻ വാങ്ങിക്കാൻ പോവാം. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് ഒരു മൊഹബത്ത് കാ ഷർബത്താണ് എടുത്തത്. അപ്പോൾ അത് ബില്ലെടുത്ത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്യാം. കാരണം എൻ്റെ ഒരു ലോങ് സബ്സ്ക്രൈബറായ പീയൂഷ് എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അടിപൊളി സപ്പോർട്ടാണ്. അപ്പോൾ പുള്ളി സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിട്ട് 2-3 സാധനങ്ങൾ വാങ്ങിയിട്ട് എന്തായാലും റിവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസിലെത്തി. വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഐ ക്യാച്ച് ചെയ്തത് ഇവരുടെ സ്നാക്സിലിരിക്കുന്ന ഈ ഒരു സ്വീറ്റാണ്.
ഇത് ബേസിക്കലി ഒരു ആന്ധ്രാപ്രദേശ് ഡിഷാണ്. പൂത്തരക്കലു അല്ലെങ്കിൽ പേപ്പർ സ്വീറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന ടെക്നിക്സൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 2-3 സാധനങ്ങൾ ട്രൈ ചെയ്യാം. ഇവിടെ കസ്റ്റമേഴ്സിനെ കുടിക്കാനായിട്ട് മിൻറ്റും ലെമണും ഇട്ട വാട്ടറാണ് ഇവിടെ തന്നിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടുന്ന് ട്രൈ ചെയ്തത് ഇവരുടെ കോൾഡ് കോഫിയാണ്. അവിടെ സ്പെഷ്യൽ ആൻഡ് ഡെലിഷ്യസ് എഴുതിയിട്ടുണ്ടായിരുന്നു. കോൾഡ് കോഫി ഉണ്ട്, റോസ് മിൽക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കോൾഡ് കോഫി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരുടെ ഫിൽറ്റർ കോഫിയുടെ ഡിക്കോഷൻ കൊണ്ടുണ്ടാക്കിയ കോൾഡ് കോഫിയാണ്. വാവ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ ഒരുപക്ഷെ ട്രൈ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല കോൾഡ് കോഫി അത്. നല്ല തിക്ക് മിൽക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഫിൽറ്റർ കോഫിയുടെ ഫ്ലേവറുള്ള നല്ല അടിപൊളി ഫിൽറ്റർ കോഫി. കോൾഡ് കോഫി എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടെന്ന് ഈ ഒരു കപ്പ് കണ്ടാൽ മനസ്സിലാവും. ഒരു രക്ഷയില്ലാത്ത കോൾഡ് കോഫി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സ്നാക്സ് ട്രൈ ചെയ്യാം. ചേച്ചി, ഒരു പൂത്തരക്കിലോ, ഒരു ഉപ്പിട്ട്, പിന്നെ എന്താ സ്പെഷ്യലുള്ള? എന്നാൽ അതും തന്നോളൂ. നമ്മൾ റാഗി വട, പിന്നെ പൂത്തരക്കിലോ, അത് വേണ്ട, പിന്നെ ഇത് ഇത്രയും ഉപ്പിട്ടു, റാഗി വട ആൻഡ് പൂത്തരക്കിലോ, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത് സ്നാക്സായിട്ട്. ഞാൻ ഇനി ചൂട് ഫിൽറ്റർ കോഫി ട്രൈ ചെയ്യുന്നില്ല, കാരണം കോൾഡ് കോഫിയിൽ തന്നെ ആ ഒരു കോഫിയുടെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പറഞ്ഞ 3 സ്നാക്സും കിട്ടി. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ഒരു പൂത്തരക്കലു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാലക്കാട് ഇവിടെ മാത്രമേ കിട്ടൂ. ഞാൻ ആക്ച്വലി പണ്ട് ആന്ധ്രാപ്രദേശിൽ പോയ സമയത്ത് ട്രൈ ചെയ്തതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മളുടെ കഞ്ഞിവെള്ളം പോലെ ഒരു മാവ്, റൈസ് ബേസ്ഡ് തന്നെയാണ്. അത് ഒരു മൺകുടം കമഴ്ത്തിയിട്ട് അതിനകത്തൊരു തുണി കൊണ്ട് വളരെ ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്ത് മടക്കുന്നതാണ്. ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വരുന്ന നെയ്യും പഞ്ചസാരയോ ശർക്കരയോ, ഇതിൽ ശർക്കരയുടെ ഫ്ലേവർ അല്ല എനിക്ക് തോന്നുന്നു, പഞ്ചസാര ആയിരിക്കണം, അല്ലെങ്കിൽ കൺട്രി ഷുഗർ ആയിരിക്കണം, പിന്നെ നട്ട്സ്. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു പൂത്തരക്കലാണ്. യൂഷ്വലി ചില പൂത്തരക്കലിൽ ഭയങ്കരമായിട്ട് സ്റ്റഫിങ് വരാറുണ്ട്. ഇതിൽ ബേസിക്കലി അകത്ത് വലിയ സ്റ്റഫിങ് ഇല്ല, പുറത്ത് മാത്രമാണ് കുറച്ചുള്ളത്. വിഷ്ണുവിന് എന്തോ ഒരു കോൾ വന്നപ്പോൾ സൈഡിലേക്ക് പോയി. അതുകൊണ്ട് അവൻ ഈ ഒരു പൂത്തരക്കല് മിസ് ചെയ്തു. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യിപ്പിക്കണം വന്നതിന് ശേഷം. അപ്പോൾ പൂത്തരക്കല് തീർന്ന സമയത്ത് ഇവൻ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് റാഗി വടയാണ്. റാഗി വടയുടെ കൂടെ 2 ചട്നി വന്നിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണുള്ളത്. എൻ്റെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് ചട്നി ഇല്ലാതെ കഴിച്ച് നോക്കാം. ഇതിന് ശരിക്കും ഉള്ളിയുടെ ടേസ്റ്റാണ്. നിറയെ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളിയുടെ ഫ്ലേവർ തന്നെയാണ് വരുന്നത്. എൻ്റെ നിന്ന് ചട്നി കൂട്ടി കഴിച്ച് നോക്കട്ടെ. റാഗി വട അടിപൊളിയാണ്. ഇനി ഉപ്പിട്ട് ട്രൈ ചെയ്യാം നമുക്ക്. നമ്മുടെ ബോളിയില്ലേ, ട്രിവാൻഡ്രം സൈഡിലുള്ള ഒരു ബോളി എന്ന് പറയും, അതിൻ്റെ ഒരു കുറച്ചുകൂടി ചെറിയൊരു വേർഷനാണ്. ചൂടുണ്ട് ഇതിന്. ഇവിടെ ഐ തിങ്ക് ഇത് ഹീറ്റഡാണ്. എന്നൊന്ന് കഴിച്ച് നോക്കാം. സാധനം വെറും സ്വീറ്റല്ല, ബ്ലഡി സ്വീറ്റാണ്. അത് ഫില്ലിംഗ് ആയിട്ട് വരുന്നത് നമ്മുടെ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പും പഞ്ചസാരയും നെയ്യും കൂടി നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അത് മൈദയുടെ ചെറിയൊരു ബോളുണ്ടാക്കി അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ദോശത്തവയിൽ ചുട്ടെടുക്കുന്നതാണ്. നോർമലി ബോളി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെ, ബട്ട് വേറെ ഷേപ്പ്, വേറൊരു ഫോം ഫാക്ടർ. അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസിലെ കുറച്ച് ഡിഷസ് ട്രൈ ചെയ്തു. ഈ പൂത്തരക്കലു ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. കോൾഡ് കോഫി മസ്റ്റ് ട്രൈ. കോൾഡ് കോഫി, ഹോട്ട് കോഫി, ഇവരുടെ കോഫി ഡിക്കോഷൻ ഇസ് പക്ക ഫിൽറ്റർ കോഫി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മറ്റേ റാഗി വടയും ഒരു വെറൈറ്റി സംഭവമായിരുന്നു. സ്വീറ്റ് ബോളി നല്ല സ്വീറ്റാണ്, കുറച്ച് തിക്കാണ്. ഈ ട്രിവാൻഡ്രം ബോളി കഴിച്ചിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഉപ്പിട്ട് വലിയ ഇമ്പ്രസീവായിട്ട് തോന്നില്ല. ബട്ട് പൂത്തരക്കലു എഗെയിൻ ഞാൻ പറയാണ്, അത് പാലക്കാട് ഈ ഒരു സ്പോട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാനിവിടെ നിർബന്ധിപ്പിച്ചിട്ട് വിഷ്ണുവിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. വിഷ്ണു, എങ്ങനെയുണ്ട് സാധനം? ശരിക്കും ബട്ടർ പേപ്പർ കഴിക്കുന്ന പോലെ ഇല്ലേ? പക്ഷെ ഇത് പേപ്പറല്ല. ഇവിടെ അവനെ വീഡിയോ എടുക്കാൻ ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ്റെ റോൾ വരെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ ഇടയിൽ കയറിയതുകൊണ്ട് നിർത്തി. സോ തീർച്ചയായിട്ടും ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോൾഡ് കോഫി ഒന്ന് ട്രൈ ചെയ്യുക. കോഫി നിങ്ങൾ കോൾഡ് കഴിക്കണ്ട, എനിക്ക് കോഫി തീർച്ചയായും ട്രൈ ചെയ്യുക. പൂത്തരക്കലു എപ്പോഴും ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു, അതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സോ ഈ സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത പീയൂഷ് വെങ്കട്ട്, ഒരുപാട് താങ്ക്സ്. എന്തായാലും നല്ലൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മേലെ ഫുഡ് കോർട്ടിൽ ഒരു 2 വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതോടുകൂടി പാർട്ട് 1 ഞാൻ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് പാർട്ട് 2 കാണാം. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 കാണുന്നവരെ താങ്ക് യു, ബൈ.